വെൽക്കം ടു അനിൽകുമാർ ഇക്കോൺ ലാബ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ജനറൽ ഇക്കണോമിക്സ് എന്ന പേപ്പറിൽ നിന്ന് ഒന്നാമത്തെ മോഡ്യൂളിലെ യൂണിറ്റ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിഫറൻറ്റ് ഇക്കോണമിക് സിസ്റ്റം. ഡിഫറൻറ്റ് ഇക്കണോമിക് സിസ്റ്റം അതായത് വ്യത്യസ്ത സാമ്പത്തിക മേഖലകൾ അല്ലെങ്കിൽ വ്യത്യസ്ത സാമ്പത്തിക ഘടകങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എക്കോണമിക് സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. നമ്മളിത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ +2 തലങ്ങളിലൊക്കെ പഠിച്ചതാണ്. അതിന്റെ ലഘുവായ രൂപം +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമുക്കിത് പഠിക്കാനുള്ളത് അനലൈസ് ദ or examine the characteristics and functioning of market, socialist and mixed economies എന്നാണ് ചോദ്യം. അതൊരു അസൈൻമെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ മാർക്കറ്റ്, സോഷ്യലിസ്റ്റ് ആൻഡ് മിക്സ്ഡ് എക്കോണമീസ്. അപ്പൊ 3 എക്കോണമിക് സിസ്റ്റംസ് ആണ് നിലവിലുള്ളത്. ആ 3 എക്കോണമിക് സിസ്റ്റത്തിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് എക്കോണമിക് സിസ്റ്റം എന്നാണ്. An economic system refers to the arrangement in which economic activities are coordinated and performed in a economy. എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ടു ദ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് ദ എക്കോണമിക് ആക്ടിവിറ്റീസ് ആർ കോർഡിനേറ്റഡ് ആൻഡ് പെർഫോംഡ് ഇൻ ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അതിനെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, ഒരു എക്കോണമിക് ആക്ടിവിറ്റീസ് ആണ് ഈ എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ, അറേഞ്ച്മെന്റ്സിനെ പറയുന്ന പേരാണ് എക്കോണമിക് സിസ്റ്റം. ഓക്കെ, അക്കോർഡിംഗ് ടു ലിയോണ്ട് എസ് സിൽക്ക്, economic system refers to the way different economic elements, that is individual workers and managers, productive organizations such as factories or firms, the government agencies etc. are linked together to form an organic whole. സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ മേഖലകളുടെയും ഒരു സമ്മിശ്ര കൂട്ടത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടിച്ചേരലിനെ നമുക്ക് എക്കണോമിക് സിസ്റ്റം എന്ന് സിൽക്ക് പറയുന്നുണ്ട്. അതായത് അക്കോർഡിംഗ് ടു ലിയോണാർഡ് എസ് സിൽക്ക്, എക്കോണമിക് സിസ്റ്റം റെഫേഴ്സ് ടു ദ വേ ഡിഫറെന്റ് എക്കോണമിക് എലമെന്റ്സ്, അതായത് ഒരു എക്കോണമിയിലെ വിവിധ സാമ്പത്തിക ഘടകങ്ങളുടെ ഒരു അതിന്റെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടിച്ചേരൽ. ദ വേ ഡിഫറെന്റ് എക്കോണമിക് സിസ്റ്റംസ്, എക്കോണമിക് സിസ്റ്റം റെഫേഴ്സ് ടു ദ വേ ഡിഫറെന്റ് എക്കോണമിക് സിസ്റ്റംസ്, അതായത് ഡിഫറെന്റ് എക്കോണമിക് സിസ്റ്റത്തിന്റെ ഒരു വേക്ക് പറയുന്ന പേരാണ്, അതിന്റെ ഒരു കൂട്ടായ്മയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കൂടിച്ചേരലിന് പറയുന്ന പേരാണ് എക്കോണമിക് സിസ്റ്റം. അപ്പൊ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻഡിവിജ്വൽ വർക്കേഴ്സ് വരുന്നുണ്ട്. ആ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് മാനേജേഴ്സ് ആകാം. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻസ് ഉണ്ട്, സച്ച് ആസ് ഫാക്ടറീസ് ഓർ ഫേംസ്, ഉൽപാദന കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ തന്നെ മാനേജേഴ്സ് ഉൾപ്പെടുന്ന ഇൻഡിവിജ്വൽ വർക്കേഴ്സ് ഉണ്ട്, ഗവൺമെന്റ് ഏജൻസികളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു എക്കോണമിയിലെ ഇത്തരം എല്ലാ മേഖലകളുടെയും ഒരു ലിങ്കേജിനെയാണ് ലിങ്ക്ഡ് ടുഗെദർ ടു ഫോം ആൻ ഓർഗാനിക് വോൾ എന്നാണ്. ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് എക്കോണമിക് സിസ്റ്റം. Okay, the major economic system in the world are market economy, centrally planned economy and mixed economy. അപ്പോൾ ഇവിടെ എക്കോണമിക് സിസ്റ്റംസ്, ഡിഫറെന്റ് എക്കോണമിക് സിസ്റ്റത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വേൾഡ് മേജർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്കോണമീസ് ഏതൊക്കെയാണ്? ഒന്ന് മാർക്കറ്റ് എക്കോണമിയാണ്. ദ മേജർ എക്കോണമിക് സിസ്റ്റംസ് ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കോണമിക് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒന്ന് മാർക്കറ്റ് എക്കോണമിയാണ്, രണ്ടാമത് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയാണ്, മൂന്നാമത്തത് മിക്സ്ഡ് എക്കോണമിയാണ്. മാർക്കറ്റ് എക്കോണമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ദ അതർ നെയിം ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഈസ് മാർക്കറ്റ് എക്കോണമി. സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഈസ് ഓൾസോ നോൺ ആസ് സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സ്ഡ് എക്കോണമി ഈസ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഓരോന്നിനെയും എലാബറേറ്റ് ചെയ്യാം. എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞത്? എക്കോണമിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഇൻ വിച്ച് എക്കോണമിക് ആക്ടിവിറ്റീസ് ആർ
കോർഡിനേറ്റഡ് ആൻഡ് പെർഫോംഡ് ഇൻ ആൻ ഇക്കോണമി. സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും അതിനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സാമ്പത്തിക പ്രവർത്തനത്തെയാണ് സാമ്പത്തിക എക്കോണമിക് ആക്ടിവിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഏത് എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റ് സിൽക്കിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ പിന്നെന്താണ് പ്രൊഡക്റ്റീവ് ഓർഗാനിസംസ് സച്ച് ആസ് ഫാക്ടറീസ് ഓർ ഫേംസ്, ഗവൺമെന്റ് ഏജൻസീസ്, ഇവരെല്ലാവരുടെയും ഒരു കൂട്ടായ്മ, ലിങ്ക്ഡ് ടുഗെദർ ടു ഫോം ഓർഗാനിക് ഓൾ എന്നാണ്. ഇവര് എല്ലാത്തിന്റെയും കൂടെ ഇത്തരം മേഖലകളുടെ എല്ലാവരുടെയും ഒരു കൂടിച്ചേരലിനെയാണ് നമ്മൾ എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, വേൾഡ് വൈഡ് ആയിട്ട് അല്ലെങ്കിൽ വേൾഡിൽ ദ മേജർ എക്കോണമിക് സിസ്റ്റംസ് ഇൻ ദ വേൾഡ്, മാർക്കറ്റ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമി ആൻഡ് മിക്സ്ഡ് എക്കോണമി. അപ്പൊ ലോകത്ത് നമുക്ക് കാണുന്ന വ്യത്യസ്തമാർന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എക്കോണമിക് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഒന്ന് മാർക്കറ്റ് എക്കോണമിയാണ്, രണ്ടാമത്തേത് സെൻട്രലി പ്ലാൻഡ് എക്കോണമിയാണ്, മൂന്നാമത്തേത് മിക്സ്ഡ് എക്കോണമിയാണ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഓരോന്നും എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് എക്കോണമി. ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കോണമി the allocation of resources is done based on the choices of made by consumers and businesses. ഓക്കെ, അപ്പോ ഇവിടെ നോക്കൂ, മാർക്കറ്റ് എക്കോണമിയെ സംബന്ധിച്ച്, അതായത് ഫ്രീ മാർക്കറ്റ് എക്കോണമി, ഒരു സ്വതന്ത്ര കമ്പോളത്തിൽ ദ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഈസ് ഡൺ, അവിടെയുള്ള വിഭവങ്ങളൊക്കെ സ്വരൂപിക്കുന്നത്, അതായത് ഒരു മാർക്കറ്റ് എക്കോണമിയെ സംബന്ധിച്ച് ഒരു കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര കമ്പോള സമ്പദ് വ്യവസ്ഥയിൽ വേണ്ട വിഭവങ്ങളെല്ലാം സ്വരൂപിക്കുന്നത്, റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത് ഇസ് ഡൺ ബേസ്ഡ് ഓൺ ദ ചോയ്സ് മെയ്ഡ് ബൈ ദ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്സസ്. ഓക്കെ, കൺസ്യൂമേഴ്സിന്റെയും ആ എക്കോണമിയിലുള്ള കൺസ്യൂമേഴ്സിന്റെയും ബിസിനസ് സ്ഥാപനങ്ങളുടെയും അവരുടെ ആ ചോയ്സ് അനുസരിച്ച് മാത്രമാണ് അവിടെ വിഭവങ്ങൾ, അത്തരം സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഇൻ സച്ച് ആൻ ഇക്കോണമി, അത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ എന്താ ചെയ്യുന്നത്? The government absence from interfering with how the economy runs. അതായത് ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഫ്രീ മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമിയിൽ ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ഇന്റർഫിയറിംഗ് ഉണ്ടാവില്ല, ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാവില്ല. ദിസ് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പൊ അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിനെ നമ്മൾ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാക്കണം, ഒരു ഫ്രീ മാർക്കറ്റ് എക്കോണമിയെ സംബന്ധിച്ച് അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ വിഭവങ്ങൾ സ്വരൂപിക്കുകയും അതുപോലെ തന്നെ വിഭവങ്ങൾ സ്വരൂപിക്കുന്നത് കൺസ്യൂമേഴ്സിന്റെയും ഉപഭോക്താക്കളുടെയും അതുപോലെ ബിസിനസ്സുകാരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാവുകയില്ല, ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാവില്ല. അത്തരം സമ്പദ് വ്യവസ്ഥകൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലിസം എന്നുള്ളത്. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ പ്രൊഡക്ഷൻ എക്യുപ്മെന്റ്. അപ്പോൾ എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും അല്ലെങ്കിൽ ഉൽപാദന എക്യുപ്മെന്റ്സിന്റെയും ഉടമകൾ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും. ഓക്കെ, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് സ്വകാര്യ വ്യക്തികളാണ് എന്താ അതിന്റെ ഓണേഴ്സ്. അവിടെയുള്ള എല്ലാ ഉൽപാദനോപാധികളുടെയും ഉടമസ്ഥർ എന്ന് വിളിക്കുന്നത് സ്വകാര്യ വ്യക്തികളായിരിക്കും. സെല്ലിംഗ് ദ സർവീസസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ദേ ഓൺ ഈസ് ഹൗ പീപ്പിൾ മേക്ക് ദെയർ മണി. ഓക്കെ, അപ്പൊ ഈ സ്വകാര്യ വ്യക്തികളുടെ കീഴിലുള്ള ഉൽപാദന ഘടകങ്ങളെ അവർ വിൽക്കുകയും അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പണം അല്ലെങ്കിൽ അതിനുള്ള റിവാർഡ് അവർ സ്വരൂപിക്കുകയും ചെയ്യുന്നു. സെല്ലിംഗ് ദ സർവീസസ് ഓഫ് ദ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. ഉൽപാദന ഘടകങ്ങൾ, ഈ മാർക്കറ്റ് എക്കോണമിയിലെ ഉൽപാദന ഘടകങ്ങൾ അവരുടെ ഉൽപാദന സർവീസിനെ അവർ വിൽക്കുകയും അവർ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പണം, ദേ ഓൺ ഈസ് ഹൗ പീപ്പിൾ മേക്ക് ദെയർ മണി. അതിലൂടെ അവര് സ്വയം എന്താണ് ഉൽപാദന ഘടകങ്ങളെ വിൽക്കുകയും ആ ഉൽപാദന ഘടകങ്ങൾക്ക് അനുസരിച്ചുള്ള അവരാവശ്യപ്പെടുന്ന രീതിയിലുള്ള പണം അവർ നേടുകയും ചെയ്യുന്നു. പ്രൈസസ് ആർ ഡിസൈഡഡ് ഇൻ എ ഫ്രീ മാർക്കറ്റ് എക്കോണമി. പ്രൈസസ് ആർ ഡിസൈഡഡ് ഇൻ എ ഫ്രീ മാർക്കറ്റ് പ്ലേസസ് വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മീറ്റ്സ്. അവിടെ ഉൽപാദന ഘടകങ്ങൾക്ക് അല്ലെങ്കിൽ വില നിശ്ചയിക്കുന്നത്, സാധന സേവനങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് കമ്പോള ശക്തികളായിട്ടുള്ള മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ചേർന്ന് മാത്രമാണ്. ഒരിക്കലും ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ അവിടെ ഉണ്ടാകുന്നില്ല. ദ പ്രൈസ് മെക്കാനിസം കൺട്രോൾ ഹൗ ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ ഉൽപാദന വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. മാത്രമല്ല പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്ന സിസ്റ്റമാണ്, വില മെക്കാനിസം എന്ന സിസ്റ്റം ഉപയോഗിച്ചാണ് ഇത്തരം മാർക്കറ്റുകളിൽ എന്ത് ചെയ്യുന്നത്,
സാധന സേവനങ്ങളുടെ നിലവാരം, അതിന്റെ ഉൽപാദനം, അതിന്റെ വില നിശ്ചയിക്കലൊക്കെ നിശ്ചയിക്കപ്പെടുന്നത്, എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കുന്നത് പ്രൈസ് മെക്കാനിസം ആണ്. മാക്സിമം ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ദ ആബ്സെൻസ് ഓഫ് സെൻട്രൽ പ്ലാനിംഗ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കോണമി. അപ്പൊ ഈ ഒരു മാർക്കറ്റ് എക്കോണമിയുടെ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ്. ഓക്കെ, അവിടെ സ്വതന്ത്രരായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓണർഷിപ്പിലാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് മാക്സിമം ഇൻഡിവിജ്വൽ ഫ്രീഡം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു സെൻട്രലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ ആബ്സെൻസ് ആണ്. അതായത് ഒരു കേന്ദ്രീകൃത ആസൂത്രണം അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആബ്സെൻസ് ഓഫ് സെൻട്രലി പ്ലാനിങ് ആർ ദ characteristics of these economies. Okay, capitalism exists in some of the most advanced countries, Europe and USA, that is America, with modification and deletion of some of its original features. Okay, അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ നിലകൊള്ളുന്നത് എത്തരം സ്ഥലങ്ങളിലായിരിക്കും? അതായത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ, ഓക്കെ, ക്യാപിറ്റലിസം എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും മാത്രമാണ്. അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക, മാർക്കറ്റ് എക്കോണമിയുടെ മറ്റൊരു പേര് എന്താണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. ഓക്കെ, അത്തരം മാർക്കറ്റ് എക്കോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഒരു ഫ്രീ എക്കോണമിയാണ്, ഫ്രീ മാർക്കറ്റ് എക്കോണമിയാണ്. അവിടെ വിഭവങ്ങൾ സ്വരൂപിക്കുന്നതും വിൽപ്പന നടത്തുന്നതും ഒക്കെ കൺസ്യൂമേഴ്സിന്റെയും ബിസിനസ്സുകാരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. അത്തരം സമ്പദ് വ്യവസ്ഥകളിൽ ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഗവൺമെന്റിന് യാതൊരു തരത്തിലുള്ള ഇടപെടലും സാധ്യമല്ല. അത്തരം സമ്പദ് വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും ഉടമാവകാശം സ്വകാര്യ വ്യക്തികൾ മാത്രമായിരിക്കും. ഓക്കെ, അവിടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഉൽപാദന ഘടകങ്ങൾ വിൽക്കുകയും അവർക്ക് ഇഷ്ടമുള്ള വില ഈടാക്കുകയും ചെയ്യുന്നത് അതിന്റെ ഉടമകളാണ്, ഉൽപാദന ഘടകങ്ങളുടെ ഉടമകളാണ്. പ്രൈസസ്, ഓരോ സാധനത്തിന്റെയും പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് വിൽക്കുന്നതും എന്താണ്? മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്നതും അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചേർന്നിട്ടായിരിക്കും. സാധന സേവനങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ വിൽക്കുന്നതും അതിന് വില ഈടാക്കുന്നതും ആരാണ്? കമ്പോള ശക്തികളായിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ചേർന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഇത്തരം മാർക്കറ്റുകളിൽ അതിന് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാക്സിമം ഇൻഡിവിജ്വൽ ഫ്രീഡവും അതുപോലെ ആബ്സെൻസ് ഓഫ് സെൻട്രലി പ്ലാനിങ്ങുമാണ്. അതായത് കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ അഭാവവും അതുപോലെ തന്നെ എല്ലാവർക്കും, എല്ലാ സ്വകാര്യ വ്യക്തികൾക്കും, ഇൻഡിവിജ്വൽസിനും മാക്സിമം ഫ്രീഡവും നൽകുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ക്യാപിറ്റലിസം നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ കൺട്രീസും അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ എക്കണോമിക് സിസ്റ്റം ആണ് പറയുന്നത് സെൻട്രലി പ്ലാൻഡ് എക്കോണമി. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ മറ്റൊരു പേരാണ് എന്ത്? സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ളത്. ഇൻ എ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഓൾ ഡിസിഷൻസ് അബൌട്ട് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആർ മെയ്ഡ് ബൈ ദ ഗവൺമെന്റ്. അണ്ടർ സെൻട്രലി പ്ലാൻഡ് എക്കോണമി, സെൻട്രലി പ്ലാൻഡ് എക്കോണമിയെ സംബന്ധിച്ച് അവിടെ ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഉൽപാദനവും അതുപോലെ തന്നെ വിൽപ്പനയും കൺസംഷനും ഒക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ആ രാജ്യത്തിലെ ഗവൺമെന്റിന് നല്ല അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ തന്നെ കേന്ദ്രീകൃത ആസൂത്രണ സമ്പദ് വ്യവസ്ഥയാണ്. അപ്പൊ അവിടെ ഗവൺമെന്റ് ആണ് സാധന സേവനങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത്, സാധന സേവനങ്ങൾ എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്ന് നിശ്ചയിക്കുന്നത്, അതുപോലെ തന്നെ അത് ആരൊക്കെ കൺസ്യൂം ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? ആ രാജ്യത്തിലെ ഗവൺമെന്റ് ആയിരിക്കും. ദ ഗവൺമെന്റ് ഓൺസ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആൻഡ് അലോക്കേറ്റ്സ് ദ റിസോഴ്സസ്. അതായത് രാജ്യത്തിലെ എല്ലാ ഉൽപാദന ഉപാധികളുടെയും ഉടമാവകാശം ഗവൺമെന്റിന് മാത്രമായിരിക്കും. ദ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ഈസ് ആൾസോ റെഫേർഡ് കോമൺലി ആസ് എ കമാൻഡ് എക്കോണമി ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ മറ്റു രണ്ട് പേരുകളാണ്. ഒന്ന് കമാൻഡ് എക്കോണമിയാണ്, അല്ലെങ്കിൽ അതിനെ സോഷ്യലിസ്റ്റ് എക്കോണമി എന്നാണ് വിളിക്കുന്നത്. ദ സെൻട്രലി പ്ലാനിംഗ് the central planning apparatus determine the economic objectives in the system. What are the things to be produced in what quantities, how they will be produced, and for whom the good will be produced are decided by the government. അതായത് ഈ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവിടെ ഉൽപാദന ഘടകങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്, വിൽപ്പന നിയന്ത്രിക്കുന്നത് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. സോ അതായത് വാട്ട് ആർ ദ തിങ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എന്ത് തരത്തിലുള്ള വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, അത് എന്ത് അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ഹൗ ദേ വിൽ ബി പ്രൊഡ്യൂസ്ഡ്, എങ്ങനെയൊക്കെയാണ് അത് ഉൽപ്പാദിപ്പിക്കേണ്ടത്,
ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആൻഡ് ഫോർ ഹൂം ദ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്, ആരൊക്കെയാണ് ആ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡിസിഷൻസും കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. ഇൻ എ കമാൻഡ് എക്കോണമി ദ പ്രൈസ് സിസ്റ്റം ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓവർ ഹൗ ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അവിടെ വസ്തുക്കളുടെ വില നിശ്ചയിക്കുന്നതൊക്കെ ഗവൺമെന്റ് ആണ്. ഒരിക്കലും അവിടെ ഇൻഡിവിജ്വൽസിന് യാതൊരു തരത്തിലുള്ള അധികാരവും കൈയാളാൻ സാധ്യമല്ല. ലാക്ക് ഓഫ് എക്കോണമിക് ആൻഡ് പേഴ്സണൽ ഫ്രീഡം ഈസ് എ ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഓഫ് കമാൻഡ് എക്കോണമീസ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് എക്കോണമിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എക്കോണമിക് ആൻഡ് പേഴ്സണൽ ഫ്രീഡം ആണ്. അതായത് സാമ്പത്തിക ഫ്രീഡവും അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രീഡവും ഇത്തരം സമ്പദ് വ്യവസ്ഥകളിൽ ഉണ്ടായിരിക്കില്ല. കമാൻഡ് എക്കോണമീസ് ക്യാൻ ബി സീൻ ഇൻ ചൈന, നോർത്ത് കൊറിയ ആൻഡ് ഫോമർ സോവിയറ്റ് യൂണിയൻ എക്സെട്ര. ഓക്കെ, മുൻകാലത്തെ സോവിയറ്റ് യൂണിയനിലും, അതായത് ഇപ്പോഴത്തെ റഷ്യ എന്ന് പറയുന്ന മുൻകാലത്തെ സോവിയറ്റ് യൂണിയൻ, നോർത്ത് കൊറിയ, അതുപോലെ ചൈന തുടങ്ങിയുള്ള രാജ്യങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ ഒരു സെൻട്രലി പ്ലാൻഡ് എക്കോണമി കാണാൻ സാധിക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അപ്പൊ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ പ്രത്യേകത എന്താണ്? അവിടെ എല്ലാ തരത്തിലുള്ള ഡിസിഷൻസും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ മറ്റു രണ്ട് പേരുകൾ, ഒന്ന് കോമൺലി റെഫേർഡ് ടു ആസ് കമാൻഡ് എക്കോണമിയാണ്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. അവിടെ എല്ലാ തീരുമാനങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഗവൺമെന്റ് മാത്രമായിരിക്കും. എല്ലാ ഉൽപാദനോപാധികളുടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആൻഡ് കൺസംഷൻസ് ആർ കൺട്രോൾഡ് ബൈ ഗവൺമെന്റ് എന്ന് പറയുന്നു. അതായത് വാട്ട് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ് ആൻഡ് ഹൂ വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഫോർ ഹൂം ഫോർ ദ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെന്റ് മാത്രമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സമ്പദ് വ്യവസ്ഥയുടെ ഒരു എന്താ പറയുക ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എക്കോണമിക് ആൻഡ് പേഴ്സണൽ ഫ്രീഡം ഈസ് ഡിഫൈൻഡ് ഫീച്ചർ ഓഫ് കമാൻഡ് എക്കോണമീസ് ഓർ സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ളതാണ്. അതായത് ലാക്ക് ഓഫ് എക്കോണമി ഫ്രീഡം നിലനിൽക്കുന്നു, എക്കോണമി ഫ്രീഡം ഇല്ല എന്നാണ് പറയുന്നത്, സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നു, അതുപോലെ തന്നെ പേഴ്സണൽ ഫ്രീഡം ഇല്ല എന്ന് പറയുന്നു. അതാണ് ഈ ഒരു രണ്ടാമത്തെ സെൻട്രലി പ്ലാൻഡ് എക്കോണമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഓക്കെ, മൂന്നാമത്തെ എക്കോണമിയിലേക്ക് പോകുന്നു. മൂന്നാമത്തെ എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി. അതായത് മിക്സ്ഡ് എക്കോണമി ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ എക്കോണമിക് സിസ്റ്റം ഇൻ വിച്ച് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് കോ എക്സിസ്റ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ബെനിഫിറ്റ് ടു ദ നേഷൻ. അതായത് രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഈ പറഞ്ഞ മാർക്കറ്റ് എക്കോണമിയുടെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും, അതായത് പ്രൈവറ്റ് സെക്ടേഴ്സിന്റെയും അതുപോലെ പബ്ലിക് സെക്ടേഴ്സിന്റെയും നല്ല വശങ്ങൾ മാത്രം കോ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയും സോഷ്യലിസ്റ്റ് എക്കോണമിയും കോ എക്സിസ്റ്റഡ് ആയിട്ടുള്ള എക്കോണമിയാണ് മിക്സ്ഡ് എക്കോണമി. ആ ഭാഗം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അതായത് മിക്സ്ഡ് എക്കോണമി ഇസ് ഡിസ്ക്രൈബ്ഡ് ഓർ ഡിഫൈൻഡ് ആസ് എൻ ഇക്കോണമിക് സിസ്റ്റം ഇൻ വിച്ച് പബ്ലിക് എന്ന് പറയുമ്പോൾ അവിടെ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്, ആൻഡ് പ്രൈവറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. അത് രണ്ടും കൂടെ കോ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന എക്കോണമിയാണ് എന്ത്? മിക്സ്ഡ് എക്കോണമി. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ആർ കമ്പൈൻഡ് ഇൻ ആൻ മിക്സ്ഡ് എക്കോണമി. അപ്പൊ മിക്സ്ഡ് എക്കോണമിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി ചേർന്നുള്ള ഒരു എക്കോണമി ആണല്ലോ ഈ പറഞ്ഞ മിക്സ്ഡ് എക്കോണമി. അപ്പോൾ രണ്ട് ഭാഗത്തിന്റെ, അതായത് ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നല്ല വശങ്ങൾ മാത്രം കൂടി ചേർന്നുണ്ടായിട്ടുള്ള ഒരു എക്കോണമി. ഓക്കെ, ദ എക്സിസ്റ്റൻസ് ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഡിഫൈൻസ് ഇറ്റ്. അപ്പൊ ഒരു മിക്സ്ഡ് എക്കോണമിയെ സംബന്ധിച്ച് ഈ ക്യാപിറ്റലിസത്തിന്റെ, അതായത് പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെ പബ്ലിക് സെക്ടറും കൂടി ചേർന്നുള്ള എക്കോണമി ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാൻ സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുക. ഈ മൂന്ന് എക്കോണമീസ് ആണ് എക്കോണമിക് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുകയും കേൾക്കുകയും ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.